തന്നെയായിരുന്നു. പിന്നെ ഒത്തുതീർപ്പായിട്ട് ഇവള് പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇവള് പോയി. പിന്നെയും ഞങ്ങള് പിന്നെ അടി ഉണ്ടായി. അപ്പോഴും നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് നമ്മള് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അപ്പൊ പിന്നെ മല്ലു ഫാമിലി സുജിനും സുജിന്റെ ഭാര്യയും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു എന്ന് സുജിൻ 2-3 തവണയായിട്ട് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു വരുന്നു. ആദ്യത്തെ തവണ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടു. 2ാം തവണ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. ഈ സുജിനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ഇന്നോ ഇന്നലെയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കത്തുന്നതല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് സുജിൻ ഇതേപോലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, തന്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ടെന്നുള്ള പേരും പറഞ്ഞിട്ട്. അത് ഒരു ഫേക്ക് സാധനമാണെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ടായിരുന്നു. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എന്നെ പോലത്തെ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടില്ല, ഞാൻ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇല്ല. ഇപ്പൊ വീണ്ടും അവർ തമ്മിൽ വേർപിരിയാൻ പോവാണ് എന്നൊരു സാധനം സുജിൻ ആദ്യം ഒരു പോസ്റ്റ് ആയിട്ട് ഇടുന്നു. സുജിന്റെ ഭാര്യ ആ പോസ്റ്റ് മറ്റൊരു രീതിയിൽ പോസ്റ്റ് ആയിട്ട് ഇടുന്നു. അതിനുശേഷം സുജിൻ ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വരുന്നു. ഇതിനകത്ത് 2 തരത്തിൽ ഈ സാധനത്തിന് എടുക്കാം. ഒന്ന്, ശരിക്കും ഒരു പിരിയാൻ പോവാണ്, മാന്യമായിട്ട് അവർ പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞു എന്നും എടുക്കാം. 2, നേരത്തെ ആൾക്കാർ പറയുന്നത് പോലെ ഇത് മറ്റൊരു ഡ്രാമ, റീച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അതിലേക്കൊക്കെ എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം സുജിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ പിന്നെ പറഞ്ഞു തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട്, ഞാൻ ഒന്ന് പുറത്ത് പോയി ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അവിടെ ഉള്ള ഇതാണ്. അപ്പോൾ നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു. പക്ഷേ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു. ഓക്കെ, അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെയും ആയിട്ടില്ല. ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് 2 പാട് എഴുതിയിട്ടു, അത്രേ ഉള്ളൂ. പക്ഷെ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ അതിൽ അവളെ തന്നെ മോശക്കാരിയാക്കിയിട്ട് മറ്റേ കുറെ വീഡിയോസുകളുടെ ഇതും അതുപോലെ തന്നെ കമന്റ്സുകളൊക്കെ കണ്ടു. ഈ അവളെന്നെ എന്തുകൊണ്ടാണ് മോശക്കാരിയാക്കി പറയുന്നത് അതുകൂടെ നമ്മൾ ചിന്തിക്കണം. ഇതിന് മുമ്പത്തെ നമ്മളുടെ കണ്ടന്റുകളിനകത്ത് ഈ ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചതുകൊണ്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ വേർപിരിയുന്ന ഒരു സാധനം വരുമ്പോഴത്തേനും അന്ന് നിങ്ങൾ ചെയ്തത് ശരിയാകാൻ തെറ്റാവാം, മീൻസ് ഫേക്ക് ആയിട്ടുള്ളതാകാം, റിയൽ ആയിട്ടുള്ള സാധനമാകാം. അപ്പൊ വീണ്ടും വരുമ്പോഴത്തേനും ആൾക്കാർ പറയും അവള് പിന്നെയും അവിഹിത പരിപാടി ഒപ്പിച്ചു എന്ന് ആൾക്കാർ പറയും. അങ്ങനെ പറയുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ പറയും. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോ സാധനങ്ങൾ ഇപ്പോ വളരെ മെച്യൂർഡ് ആയിട്ടാണ് സുജിൻ ഈ വിഷയം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ അതിൽ ഞാൻ പറഞ്ഞേക്കാൾ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയണേ, ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നും അല്ല. അത് അന്ന് എന്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ്. അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ട്. അന്ന് സുജിന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. ജസ്റ്റ് ക്യാപ്ഷനിൽ അവിഹിതം എന്ന് പറഞ്ഞു വന്നിട്ടു. എന്തിനാണ് ജസ്റ്റ് ക്യാപ്ഷനിൽ അവിഹിതം എന്ന് പറഞ്ഞു വന്നിട്ടത്? ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട്, കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. അന്ന് ആ പറഞ്ഞ സാധനമാണ് ഇന്നും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്നിപ്പോ ഇവർ വേർപിരിയുന്നതിന്റെ പിന്നിലെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. ഇവർ പറയുന്ന റീസൺ നമ്മൾ സെറ്റായില്ല, നമ്മൾ കുറെ ട്രൈ ചെയ്തു, നമ്മളൊന്നും സെറ്റായില്ല എന്ന് പറയുന്നു. വളരെ നല്ല കാര്യം. നമ്മുടെ നാട്ടില് പല ആൾക്കാരും തമ്മിൽ വേർപിരിയുന്നുണ്ട്. ഒരു 10 ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4 കുടുംബങ്ങളിലും ആൾക്കാർ നിലനിൽക്കാനുള്ള കാരണം മക്കൾ എന്ത് ചെയ്യും, മക്കളെ എന്ത് ചെയ്യും, ഈ ഒരു കാരണം വെച്ചിട്ടാണ്. അങ്ങനെ ഒരു സമയത്ത് വളരെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ട് ഞങ്ങൾ വേർപിരിയാൻ പോകുന്നു, മാന്യമായിട്ട് നീ നിന്റെ വഴി ഞാൻ എന്റെ വഴി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമ്മുടെ ഇവിടുത്തെ പല ആൾക്കാർക്കും എത്തിയിട്ടില്ല. ഞാനും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു മനോവികാരമുള്ളൊരുത്തനല്ല കേട്ടോ. അപ്പൊ അതിന്റെ പുറത്താണ് ഒരുപാട് കമന്റ്സുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുകയാണ്, അത് എന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആരും അവളെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങള് പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെ അറിയിച്ചു. അപ്പൊ ഞാൻ ഈ പിരിയാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൈവോഴ്സ് ആണോ? ഡിവോഴ്സ് ചെയ്യുക എന്നൊരു സാധനമാണോ സുജിൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഒരിടത്ത് പോലും സുജിനും ഞാൻ എന്റെ ഭാര്യയുമായിട്ട് വിവാഹ ബന്ധം വേർപിരിയുകയാണ് എന്നൊരു സാധനം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു, ഞങ്ങൾ മാറാൻ തീരുമാനിച്ചു, ഞങ്ങൾ സെപ്പറേറ്റ്. ഇത് നിങ്ങൾ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപിരിയാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം സുജിൻ പലയിടത്തും ആ ഒരു ടേം പറയുന്നില്ല, നിയമപരമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഡിവോഴ്സ് ആകുക എന്നൊരു സാധനം പറയുന്നില്ല. ഇതുപോലെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫിലു ടോക്സിന്റെ ഒരു വിഷയം വന്നപ്പോഴത്തേനും ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി എന്ന് പറയുകയും പിന്നീട് ചോദിക്കുമ്പോഴത്തേനും ഞങ്ങൾ നിയമപരമായി പിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവ സുജിൻ ബേസിക്കലി ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ആണല്ലോ തരാൻ ആഗ്രഹിക്കുന്നത്. ക്ലാരിഫിക്കേഷൻ തരുമ്പോൾ പക്കയായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തരിക. വീണ്ടും അത് മിസ്ലീഡ് ചെയ്യുന്ന പോലെ ചെയ്യാതിരിക്കുക. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ, ഒന്നിക്കുന്നെങ്കിൽ നല്ല കാര്യം, ഒന്നിക്കട്ടെ, ഒന്നിക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ കാര്യം ഒന്നിക്കാതിരിക്കട്ടെ. അങ്ങനെ സമയത്ത് വന്നിട്ട് പിന്നീട് അത് പറയില്ല.
അയ്യോ ഞങ്ങൾ സെപ്പറേറ്റ് ഡിവോഴ്സ് ആയി പോയി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേർപിരിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന കഥ ഇറക്കില്ല. പറയാണ് ഇനി ഇതിന്റെ പേരിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടോ വേറെ കണ്ടന്റുകൾ ആക്കിയിട്ട് ആരും വരണ്ട. കാരണം എനിക്ക് താല്പര്യമില്ല മറ്റേ ഈ ഒരു വിഷയമായിട്ട് ഇനി ബന്ധപ്പെട്ടിട്ട് താല്പര്യമില്ല. ഈ ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം ആദ്യം ചെയ്യാതിരുന്നത്. സുജിൻ ആദ്യം ഇതൊരു പോസ്റ്റായിട്ട് ഇട്ടപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതിനൊരു ചർച്ചയാക്കരുതെന്ന്. പുള്ളി അത് പറഞ്ഞതുകൊണ്ട് തന്നെ ന്യൂസ് ചാനൽ വരെ അത് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മൾ ഈ പറഞ്ഞ പോലെ സുജിനും ഭാര്യയും തമ്മിൽ വേർപിരിയുന്നു, ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുകയും അത് വലിയ രീതിയിൽ ചർച്ചയാകുകയും അതിനെ ചൊല്ലി ഇവരൊരു ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്തു. ആ ഇന്റർവ്യൂവിനകത്ത് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് സുജിനിലേക്ക് തിരിച്ചു വരാം. മുൻകൈ എടുത്തേ കോംപ്രമൈസ് ചെയ്യണം. അടിച്ചു പിരിയാൻ നിൽക്കുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കാന്ന് വെച്ചാൽ അത് ചില്ലറ കാര്യമല്ല. പിരിയാന്നുള്ള ലെവലിൽ തന്നെ ആയിരുന്നു. പിന്നെ ഒത്തുതീർപ്പായിട്ട് ഇവള് പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇവള് പോയി. പിന്നെ ഞങ്ങൾ പിന്നെ അടി ഉണ്ടായി. കാരണം അപ്പോൾ നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ, നമ്മള് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് ഇവർക്കിടയിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എല്ലാ കുടുംബത്തിലും സംഭവിക്കുന്നതാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. വരുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, പോകുന്നു, വരുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, പോകുന്നു, വരുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, പോകുന്നു. ഈ ഒരു സാധനം, അതായത് ഇവർക്കിടയിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള ബോണ്ട് ശരിയായിട്ടില്ല. അതാണ് ഇതിൽ നിന്ന് നമുക്ക് സൂചിപ്പിക്കുക, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ എന്നാലും അവർ ഈ ബന്ധം മുന്നോട്ട് തുടർന്നു. എന്തിനു വേണ്ടി? ഇതിനു വേണ്ടി. പിള്ളേർക്ക് വേണ്ടി വരുന്നു. ഞാൻ കുട്ടികളെടുക്കും മാത്രം പറയും, അമ്മ എടുക്കും. പിന്നെ അടിപിടി ഉണ്ടായി. നമ്മളങ്ങനെ സംസാരിക്കുന്നില്ല. നമ്മള് എന്താണ് മക്കളുള്ളതല്ലേ, മക്കൾക്ക് വേണ്ടി വരണ്ടേ, അങ്ങനെ വരുന്നു. ഏട്ടനോ മക്കളുള്ളതല്ലേ, മക്കൾക്ക് വേണ്ടി നിൽക്കാതെ അങ്ങനെ നമ്മൾ രണ്ടാളും മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഇതിലാണ്. പിന്നെയും ഇതാണ് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന പല കുടുംബങ്ങളിലും കാണുന്നത്. ആ കുടുംബത്തിലെ അച്ഛനും അമ്മയും തമ്മിൽ വലിയ യോജിപ്പൊന്നും കാണത്തില്ല, ഒന്നിച്ചു പോകാൻ അവർക്ക് വലിയ താല്പര്യം കാണത്തില്ല. പക്ഷെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ കടിച്ചു തൂങ്ങി ആ റിലേഷൻഷിപ്പിനകത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനകത്ത് ഇവര് മറ്റൊരു തീരുമാനമാണ് എടുത്തത്. ആ തീരുമാനത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെന്നുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വേർപിരിഞ്ഞ് നല്ല രീതിയിൽ ആ പിള്ളേർക്കൊരു മാനസികമായിട്ടൊരു സമ്മർദ്ദം കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളെ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഇവരെയല്ല ഞാൻ പറയുന്നത്, വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാ കുടുംബത്തിനോടുമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നമുക്ക് പരസ്പരം മനസ്സിലാക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബന്ധം ഡ്രോപ്പ് ചെയ്ത് പോവുക. വീണ്ടും അത് കടിച്ചു തൂങ്ങി കിടന്നിട്ട് എന്നും അതിങ്ങനെ പുകച്ചോണ്ടിരിക്കുന്നതിന് വലിയ കഥയൊന്നുമില്ല. ഇനി നമ്മൾ സുജിൻ ഇപ്പൊ പറഞ്ഞ കഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഈ സുജിൻ പറഞ്ഞത് കള്ളമാണോ എന്ന് എനിക്കൊരു സംശയം തോന്നാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. സുജിൻ ഇനി അങ്ങോട്ട് പറയുന്നത് ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടൊരു മൈൻഡ് സെറ്റ് ആണ്. അത്രയും മൈൻഡ് സെറ്റ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഇല്ല. നമുക്ക് അതിലതൊന്ന് കേൾക്കാം. കുട്ടികളുടെ കാര്യത്തിന് പോലും കൂടി ഞാൻ അവളും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ അവളെ വിളിക്കാതിരിക്കുക, ശത്രുക്കളോ അങ്ങനെയൊന്നുമല്ല. വിളിക്കാറുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്, ഒരേപോലെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവൾ തമ്മിലില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിൽ നിന്നും പാടെ ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം. ഓക്കെ, പക്ഷെ അതൊരിക്കലും ഞാൻ പറയില്ലേ, ഇപ്പോൾ അവളെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുക, പക്ഷെ അതൊരിക്കലും ഞാൻ പറയില്ല നമ്മളൊരു ശത്രുക്കളായിട്ടോ. ഇതിനകത്താണ് ഒരു ഫേക്ക് ആയിട്ടൊരു ഡ്രാമയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നാനുള്ള കാരണം പുള്ളിക്കാരൻ ഓൾറെഡി മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങളെ ചിലപ്പോൾ ഇനി സ്കൂളിലൊക്കെ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് കണ്ടേക്കാം, ഞങ്ങൾ സംസാരിച്ചേക്കാം, ഞങ്ങളിൽ ഒന്നിച്ച് പോയേക്കാം. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ, ഞങ്ങൾ ഒന്നിച്ചിട്ടില്ല, ഞങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് സംസാരിക്കും, ഞങ്ങൾ ഒന്നിച്ച് പഴയതുപോലെ തന്നെ. ആ സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ആളുകൾ ആ ബന്ധം പറ്റില്ല, അതായത് ഒരു തരത്തിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്നതിന് ശേഷം വീണ്ടും അത് കുഴപ്പമില്ല, നമ്മൾ വേർപിരിഞ്ഞു, പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് അമേരിക്കയിലൊക്കെ കാണുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് എത്ര ശതമാനം സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് സുജിൻ അങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഇത് പുള്ളിക്കാരൻ പറയുന്ന സാധനം സത്യമാണെങ്കിൽ അതൊരു വലിയ മനസ്സായിട്ട് തന്നെ കാണേണ്ടി വരും. നമുക്കൊന്നും പറ്റത്തില്ല. നമ്മള് മറ്റേ ഇതിനകത്ത് സിനിമയിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇത്ര നാള് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കൂടെ കാണുന്ന പെണ്ണിനെ ഇനി സഹോദരിയായിട്ട് കാണണമെന്ന് പറയുന്ന ഒരു സെറ്റപ്പായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അങ്ങനെ പറ്റുമോന്ന് എനിക്കറിയില്ല, എനിക്കതിലത് ഫീൽ ചെയ്യുന്നില്ല. ഏതായാലും ഇവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിള്ളേർക്ക് വേണ്ടിയിട്ടായിരിക്കും, അത് വളരെ നല്ല കാര്യമായിരിക്കും. പക്ഷെ ഇത് നാട്ടുകാരെ പറ്റിക്കാനുള്ളൊരു കണ്ടന്റ് ആയി മാറരുത് ഈ സാധനം. നിങ്ങളുടെ ഫാമിലിയായിട്ട് ചേർന്നൊരു വികാരമാണ്, നിങ്ങളുടെ ഇമോഷൻസ് ആണ്. ഈ സാധനം നാട്ടുകാരെ വെച്ച് ഉണ്ടാക്കാനുള്ള സാധനമായാലും സുജിൻ ഇതിനു മുമ്പ് പലതവണ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കേസ് ഈ ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ കേസ്, രണ്ടാമത്തെ കേസ് നാട്ടുകാരുടെ മുഴുവൻ പണവും കളഞ്ഞ് തനിക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ആപ്പുകളും പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് സുജിൻ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗിവ് അവേക്കകത്തും പല പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്യാഷിന് വേണ്ടി പല
നിയമപരമല്ലാത്ത വഴികളും പല എത്തിക്കൽ അല്ലാത്ത സാധനങ്ങളും ചെയ്തിട്ടുള്ള ഒരാളാണ് സുജിൻ. അപ്പോൾ ഇത് അങ്ങനെ ഒരു സാധനമായില്ല. നിങ്ങളുടെ വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു, പക്ഷെ അത് റീച്ചിന് വേണ്ടിയിട്ടുള്ളൊരു ഉണ്ടാക്കിയ പരിപാടി ആവരുത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അടിപിടി പ്രശ്നങ്ങൾ, പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തേക്ക് പോവാതെ നമ്മൾ തന്നെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, അപ്പോൾ ദയവ് ചെയ്തിട്ട് മറ്റേ ഇതിന്റെ പേരിൽ ഞാനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ അതുപോലെ തന്നെ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കുക ഇതിന്റെ പേരിൽ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഇതൊക്കെയാണ് മല്ലു ഫാമിലിയുടെ വേർപിരിയലുമായിട്ട് ചേർന്നിട്ടുള്ള സാധനങ്ങൾ. ഇനിയും ഭാവിയിൽ ഇവർ ഒന്നിച്ചിട്ട് ഞങ്ങൾ ഒന്നിക്കും, ഞങ്ങളെല്ലാം ഒരു അമ്മ പറ്റ മക്കള്, നീയൊക്കെ എവിടെയാണ് അതിന്റെ മക്കളെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ആകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം മുൻകാലങ്ങളിൽ സുജിൻ ചെയ്തൊരു സാധനം വെച്ചിട്ടാണ് ആ സംശയം വന്നിരിക്കുന്നത്. അല്ലാതെ അവര് ശരിക്കും ഈ പറയുന്ന സാധനം സത്യസന്ധമായിട്ടുള്ള സാധനമാണെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. വിഷമമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ സാധനം അതൊക്കെ ഒരു ചെയ്ത പോലെ സാധനം പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്തായാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ ജോറായിട്ട് നടക്കട്ടെ. നമ്മുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും, നമ്മുടെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ഒരുപാട് കുടുംബങ്ങൾ ഇത്തരത്തിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് 100% ഉറപ്പായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേർപിരിയുന്നതായിരിക്കും നിങ്ങൾക്കും നിങ്ങളെ ചുറ്റിയിരിക്കുന്നവർക്കും നല്ലത്. അല്ല, ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്, നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നിച്ചു നിന്ന് ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റും, ഞങ്ങൾ പക്കയാണെന്ന് ലോകത്തിനോട് പ്രൂവ് ചെയ്ത് കൊടുക്കുന്നതാണ് അതിന്റെ നല്ലൊരു വഴി. ഏതാണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഇൻബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തു. നമ്മളെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റും ഒക്കെ ചെയ്യാത്തവരൊക്കെ ചെയ്തു. മറ്റൊരു